أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ونبئهم أن الماء قسمة بينهم كل شرب محتضر فنادوا صاحبهم فتعاطى فأقر فكيف كان عذابي ونذر إنا أرسلنا عليهم صيحة واحدة فكانوا كحشيم المحتضر ولقد يسرنا القرآن للذكر فهل من مدكر صدق الله العلي العظيم. ഒന്നുകൂടെ നോക്കിക്കോളൂ. ونبئهم أن الماء قسمة بينهم كل شرب محتضر فنادوا صاحبهم فتعاطى فأقر فكيف كان عذابي ونذر إنا أرسلنا عليهم صيحة واحدة فكانوا كهشيم المحتضر ولقد يسرنا القرآن للذكر فهل من مدكر. ഓക്കെ, 4:28 ആണ്, 5 ആയത്തുകളേ ഉള്ളൂ. നമ്മളിപ്പോ അതിന്റെ അർത്ഥം ഒന്ന് ആദ്യം നോക്കുക കേട്ടാ. വനബ്ബിഉഹും, ഇപ്പൊ നമ്മൾ മറ്റേതിന്റെ തുടർച്ചയാണ്, നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ചയാണ്. എന്താ പറഞ്ഞത്? ഒട്ടകത്തെ അള്ളാഹു അയച്ചു ഇവർക്ക് എന്തിനുള്ള ഒരു പരീക്ഷണമായിട്ട്, അല്ലെ? പരീക്ഷണം. അപ്പൊ എങ്ങനെയാണ് ഈ ഒട്ടകം, അള്ളാഹു എങ്ങനെയാണ് ഈ ഒട്ടകത്തെ അയച്ചത് അവരിലേക്ക്? അതിനെക്കുറിച്ച് പലതരത്തിലുള്ള കഥകളുണ്ട്. പക്ഷെ നമ്മളിപ്പോ സൂറത്ത് ഷുഅറ, സൂറത്ത് അംഫാല്, ഈ അംഫാലാണെന്ന് തോന്നുന്നു, അതല്ല മറ്റേതോ ആണെന്നറിയില്ല, 2-3-4 സ്ഥലത്ത് ഇതിനെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. സൂറത്ത് ഷുഅറയിൽ എന്തായാലും ഉണ്ട്. അപ്പൊ അതില് അത് അങ്ങനെ വേറെ, പിന്നെ നമ്മള് മറ്റേ വേറൊരു സൂറത്തുണ്ടല്ലോ, ഫകദ്ദബൂഹു ഫഖറൂഹ്, സൂറത്തു ഷംസ്, കദ്ദബത് സമൂദ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന സൂറത്തു ഷംസ്. ഇവിടെയൊക്കെ എങ്ങനെയാണ് ഒട്ടകത്തെ അള്ളാഹു അയച്ചത് എന്ന് എവിടെയും ഖുർആനിൽ പരാമർശമില്ല, പക്ഷെ ഹദീസുകളിലും ഇല്ല. പക്ഷെ അതേസമയം മുഫസ്സിറുകൾ പലതരത്തിലുള്ള കഥകൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കഥകളൊന്നും എന്തല്ല, വിശ്വാസയോഗ്യമല്ല. ചിലർ പറയുന്നുണ്ട് അതൊരു പർവ്വതം. അവർ പറഞ്ഞു, നിങ്ങൾ പിന്നെ സാലിഹ് നബിയോട് വിളിച്ചു പറഞ്ഞു, നിന്നിൽ ഞങ്ങൾ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ ഈ പർവ്വതം കണ്ടോ, ഈ പർവ്വതം ഇപ്പൊ തന്നെ ഒരു ഒട്ടകത്തെ പ്രസവിക്കണം, എങ്കിലും ഞങ്ങൾ വിശ്വസിക്കാം. നടക്കാത്ത കാര്യമില്ല അത്. ഒന്നാമത് പർവ്വതം പ്രസവിക്കില്ല, പർവ്വതത്തിന് അങ്ങനെ കുട്ടികൾക്ക് ജന്മം നൽകുന്ന പരിപാടി ഇല്ല. 2, അത് ഒട്ടകമാവണം എന്നും പറഞ്ഞത് അത് നടക്കുന്ന കാര്യമില്ല. അപ്പൊ അങ്ങനെ ഒരു കഥ മുഫസ്സിർ ചില തഫ്സീറുകളിലൊക്കെ കാണാം. അങ്ങനെ അവർ നോക്കി നിൽക്കാതെ ആ പർവ്വതം പിളർന്നു, ഒട്ടകം പുറത്തു വന്നു എന്ന ഒരു കഥയുണ്ട്. അത് കൂടാതെ മറ്റ് പല കഥകളുണ്ട്. പക്ഷെ നമുക്ക് അതൊന്നും വിശ്വാസയോഗ്യമല്ലാത്തതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രേ ഉള്ളൂ. അവര് ഒരു ദൃഷ്ടാന്തം ആവശ്യപ്പെട്ടു, എന്തോ ഒരു അടയാളം, ആ അടയാളം ഞങ്ങൾക്ക് കാണിച്ചു തന്നാൽ ഞങ്ങൾ വിശ്വസിക്കാം, അല്ലെ? അങ്ങനത്തെ പല പല ആളുകളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഒരു തളിക വേണം, മാഇദ, അല്ലെ? സൂറത്തുൽ മാഇദ തന്നെ അതാണല്ലോ, ഒരു തളിക വേണം, ആ തളികയിൽ എല്ലാ ഭക്ഷണവും വേണം എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട്. അപ്പൊ അള്ളാഹു ആ തളിക അയച്ചു കൊടുക്കുന്നുണ്ട് പല രൂപത്തില്. പിന്നെ ചിലർക്ക് അവരൊന്നും ചോദിക്കാതെ തന്നെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കൊടുത്തിട്ടുണ്ട്. മൂസാ നബിക്ക് ഒരു വടി, അല്ലെ, കൈ കക്ഷത്തിൽ വെച്ചാല് അത് വെളുത്തിരിക്കും. ഈസാ നബിക്ക് ഏതാണ്ട് 10 അടയാളങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്, അല്ലെ? പാണ്ഡുരോഗിനെ സുഖപ്പെടുത്തും, കുഷ്ഠരോഗിനെ സുഖപ്പെടുത്തും, കണ്ണ് കാണാത്ത ആൾക്ക് ഒന്ന് തടവി കഴിഞ്ഞാൽ കണ്ണിന് കാഴ്ച കിട്ടും. ഒരിക്കലും ഒരാൾ മരിച്ചിട്ട് അയാളെ ജീവിപ്പിച്ചിട്ടുണ്ട് ഈസാ നബി അലൈഹി സ്വലാം. പിന്നെ പക്ഷികളെ കളിമണ്ണ് കൊണ്ടുള്ള പക്ഷികളുടെ രൂപം ഉണ്ടാക്കിയിട്ട് അത് ഈസാ നബി അതിൽ ഊതിയാൽ പക്ഷിയായിട്ട് അത് പറന്നു പോകും. ഇങ്ങനത്തെ കുറെ ദൃഷ്ടാന്തങ്ങൾ ആർക്ക് കൊടുത്തു? ഈസാ നബിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ചിലപ്പോ ചില ആളുകൾ ചോദിച്ചിട്ടും കൊടുത്തിട്ടുണ്ട്, ചോദിക്കാതെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ചോദിച്ചിട്ട് കൊടുത്താലുള്ള വ്യത്യാസം എന്താ? ചോദിച്ചിട്ട് അവര് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു ഒരു അടയാളം, ഒരു മുഅ്ജിസത്ത് അയച്ചു കൊടുത്താൽ, പിന്നെ അവരത് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ, ആ പ്രവാചകനിലും ആ ദൃഷ്ടാന്തത്തിൽ അവർ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അവർ ഒന്നടങ്കം അള്ളാഹു നശിപ്പിച്ചു കളയും.
അള്ളാഹു തന്നെ കൊടുക്കുന്ന മുഅ്ജിസത്തുകളിൽ ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചോണമെന്നില്ല, ചിലപ്പോൾ അങ്ങനെ സംഭവിക്കുകയും ചെയ്യാം. ഏതായാലും ഇവിടെ ഇവർ ചോദിച്ചത് ഒരു ഒട്ടകമാണ്. ആ ഒട്ടകത്തെ അള്ളാഹു കൊടുത്തു. എന്നിട്ട് ബാക്കി നോക്കാം നമുക്ക്. വനബ്ബിഉഹും, എന്നിട്ട് സാലിഹ് നബീനോട് അള്ളാഹു പറഞ്ഞു നബ്ബിഉഹും. നബ എന്ന് പറഞ്ഞ എന്താ? നബ അംബാ, അറിയിച്ചു. അറിയിച്ചു. നബ വാർത്ത. നബ വാർത്ത, അംബാ വാർത്തകൾ. വാർത്താ ഏജൻസിക്ക് അറബി പറയാ വക്കാലത്തുൽ അംബ, അല്ലെ? വക്കാലത്തുൽ അംബ ഉൽ ഖത്തരിയ എന്ന് പറഞ്ഞാൽ ഖത്തർ ന്യൂസ് ഏജൻസി. വക്കാലത്തുൽ അംബ അൽ ഇമറാത്തിയ എന്ന് പറഞ്ഞാൽ എമിറേറ്റ്സ് ന്യൂസ് ഏജൻസി. അംബ, അൽ അംബ എന്ന് പറഞ്ഞ പത്രങ്ങളുണ്ട്. കുവൈറ്റിലുണ്ട്, പിന്നെ ഈജിപ്തിലുണ്ട്, അങ്ങനെ പല സ്ഥലത്തുണ്ട് അൽ അംബ. അതിൽ നിന്നാണ് നബ. സൂറത്തുൽ നബ അതാണ്, വലിയ വർത്തമാനമാണ്. എന്തിനെ കുറിച്ചാണ് ആ വർത്തമാനം? അന്ത്യനാളിനെ കുറിച്ചാണ്. അമ്മയതസാഅലൂൻ അനിൻ നബഇൽ അളീം, ആ ഭയങ്കരമായ വാർത്തയെ കുറിച്ച് അവർ ചോദിക്കുന്നു. അതാണ് വനബ്ബിഉഹും, അതിന്റെ ഒരു അമ്രാണിത്. നബ്ബ അറിയിച്ചു, നബ്ബിഉഹും താങ്കൾ അവരെ അറിയിക്കണം. ആരെ അറിയിക്കണം? കൗമിനെ. സാലിഹ് നബിയോട് പറയുന്നത് താങ്കൾ താങ്കളുടെ കൗമിനെ അറിയിക്കണം. എന്തറിയിക്കണം? അന്നൽ മാഅ ഖിസ്മത്തുൻ ബൈനഹും, വെള്ളം ഖിസ്മത്ത്. ഖസമ എന്ന് പറഞ്ഞാൽ എന്താ? സത്യം എന്നൊരർത്ഥമുണ്ട്. വിഭജിച്ചു. ഖിസ്മത്ത് വിഹിതം, ഒരു വിഹിതം. ബൈനഹും, ഈ വെള്ളം അവർക്കിടയിൽ വിഭജിച്ചിരിക്കുന്നു. അത് ഞാൻ വാക്കർത്ഥം പറയാം, എന്നിട്ട് എന്റെ വിശദീകരണത്തിലേക്ക് വരാട്ടോ. കുല്ലു ഷിർബിൻ, ഓരോ കുടിക്കാനും, ഓരോരുത്തർക്ക് കുടിക്കാനും, മുഹ്തളർ അവര് ഹാജരാകേണ്ട സമയമുണ്ട്. ഹാളിർ അല്ലെ, നമ്മൾ പറയില്ലേ ഹാളിർ എന്ന് പറയില്ലേ, പ്രസന്റ് എന്ന് പറയാം. അതിനാണ് മുഹ്തളർ, ഹാജരാകേണ്ട സമയം. കുല്ലു ഷിർബിൻ മുഹ്തളർ, ഓരോ കുടിക്കുന്നതിനും, ഓരോ വിഭാഗം കുടിക്കാനും ഹാജരാകേണ്ട സമയമുണ്ട്. എന്താ പറഞ്ഞെന്നറിയോ? അള്ളാഹു ഈ ഒട്ടകത്തെ അയച്ചു. സാലിഹ് നബിയുടെ സമുദായം സമൂദ് ഗോത്രത്തിന് ഒട്ടകത്തിന് ഒരു ദൃഷ്ടാന്തമായി അയച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇനി ഈ ഒട്ടകം ഒരു ദിവസം ഈ ഒട്ടകം വെള്ളം കുടിക്കും. നിങ്ങളുടെ കിണറുകള്, നിങ്ങളുടെ ജലാശയങ്ങള്, നിങ്ങളുടെ പുഴകള്, നിങ്ങളുടെ അരുവികള്, നിങ്ങളുടെ വീട്ടിലുള്ള കുളങ്ങള്, നീർത്തടങ്ങൾ, ഇതിൽ നിന്നൊക്കെ ഈ ഒട്ടകം വെള്ളം കുടിക്കും. ഒരു ദിവസം ഈ ഒട്ടകം വെള്ളം കുടിക്കുന്ന ദിവസം നിങ്ങൾ മനുഷ്യരോ നിങ്ങളുടെ കാലികളോ ആരും തന്നെ അന്ന് വെള്ളം കുടിക്കാൻ പാടില്ല. എന്താ പറയണതിന്റെ അർത്ഥം ആലോചിച്ച് നോക്കിണ്ട അതിന്റെ ഗൗരവം. അതിന് ഗൗരവം കാരണം അറബികളുടെ നിങ്ങൾ നമ്മളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കണ്ട. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം, ടാപ്പിൽ വെള്ളമൊക്കെ പിടിച്ചു വെച്ചാൽ മതി, ബക്കറ്റിലും അവിടെ ഇവിടെ ഒക്കെ പിടിച്ചു വെച്ചാൽ മതി വെള്ളം എന്ന് പറയാം, അല്ലെ? എന്നിട്ട് നമ്മൾ ഇന്ന് ടാപ്പ് തുറക്കണ്ട എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാൽ പോലും നമുക്കതിന് ഇന്നത്തെ കാലത്ത് അത് പെട്ടെന്ന് ആലോചിച്ചാൽ വലിയൊരു പ്രയാസമൊന്നുമില്ല. പക്ഷെ അന്ന് വെള്ളം കുടിക്കാതിരിക്കണം ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കരമായ യുദ്ധപ്രഖ്യാപനമാണ്. കാരണം ഒരു കിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കാനുള്ള അവകാശത്തിന് വേണ്ടി 40 വർഷം യുദ്ധം ചെയ്ത ചരിത്രം അന്നത്തെ ഗോത്രങ്ങൾക്കുണ്ട്. ഒരു കിണറ്റിൽ നിന്ന്, ഒരു ജലാശയത്തിൽ നിന്ന് വെള്ളം ആര് കുടിക്കണം, ആർക്കാണ് അതിന് അവകാശം എന്ന തർക്കത്തിന്റെ പേരിൽ 40 വർഷം തുടർച്ചയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും കൊല ചെയ്തും യുദ്ധം ചെയ്തിട്ടുള്ള അനുഭവമുണ്ട്. അങ്ങനത്തെ ഗോത്ര വിഭാഗത്തോടാണ് അള്ളാഹു പറയുന്നത്, അല്ലെങ്കിൽ പറയാൻ വേണ്ടിയിട്ട് സാലിഹ് നബിയോട് കൽപ്പിക്കുന്നത്, ഇനി മുതൽ, നാളെ മുതൽ ഈ ഒട്ടകത്തിന്റെ ദിവസം നിങ്ങൾ വെള്ളം കുടിക്കരുത്. ശരിക്കും അങ്ങനെ പറഞ്ഞാൽ അതനുസരിക്കാൻ അവർക്കൊരു നിർബന്ധവുമില്ല. കാരണം എന്താ, എല്ലാം കൊണ്ടും സാലിഹ് നബിയെക്കാളും ആളും അർത്ഥവും തടിയും മിടുക്കും ആയുധങ്ങളും ഒക്കെ കയ്യിലുള്ളത് ആർക്കാ? ഈ ഗോത്രത്തിനാണ്, സമൂത് ഗോത്രത്തിനാണ്. പക്ഷേ ഇവര് പേടിച്ചു പോയി എന്നാ പറയുന്നത്. ആ ഒറ്റ പറച്ചില് ഒട്ടകം ഇങ്ങോട്ട് വന്നു, അതിന്റെ ഈ പറച്ചില്, പ്രവാചകന്റെ ഈ പറച്ചിലും കേട്ടോടുകൂടി അവർ പേടിച്ച് വിറച്ചു പോയി എന്ന് പറഞ്ഞു. ഇതുപോലെ ബൈത്തുൽ മുഖദ്ദിസിന് നിങ്ങൾ ഇറങ്ങിയിട്ടില്ലെങ്കിൽ, 9 മണിക്ക് മുമ്പ് ഇറങ്ങിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ റോക്കറ്റ് വിടും എന്ന് പറഞ്ഞപ്പോ, ഹമാസ് പറഞ്ഞപ്പോ മറ്റൊരു പേടിച്ചതുപോലെ. അപ്പൊ ചില പറച്ചിലുകൾക്ക് അങ്ങനത്തെ ഒരു പേടിയുണ്ട്, ഒരു ഭയങ്കരമായി ഭീതിപ്പെടുത്താനുള്ള ഒരു ശക്തിയുണ്ട്. മനസ്സിലായോ?
അതുപോലെയാണ് ഈ ശരിക്ക് അതൊരു ചെറിയ രൂപത്തിലാണ് ഇന്നത്തെ കാലത്ത്. പക്ഷെ ഇത് എന്ന് പറഞ്ഞാല് അള്ളാഹുവിന്റെ ഒരു വലിയ ദൃഷ്ടാന്തമാണല്ലോ, ഒരു സൈനാണ്, ഒരു സിമ്പലാണ്. ആ സിമ്പൽ ഇങ്ങോട്ട് വന്നിട്ട് പറയണേ ശരിക്ക്. അപ്പോ അത്രയും ശക്തമായി അപ്പൊ അവർക്ക് തന്നെ തോന്നി ഈ ഒട്ടകത്തിന് എന്തുണ്ട്, ഒരു പവർ ഉണ്ടെന്ന് അവർക്ക് തോന്നി. അതാണ് വനബ്ബിഉഹും. ആ പറച്ചിലിന്റെ സ്റ്റൈലിനാണ് അത് അള്ളാഹ് കൽപ്പിക്കണം. വനബ്ബിഉഹും, അവരോട് പറയണം, അന്നൽ മാ ഖിസ്മത്തും ബൈനഹും, ഇന്നു മുതൽ വെള്ളം നിങ്ങൾക്കിടയിൽ വീതിച്ച് തന്നിരിക്കുന്നു. കുല്ലു ഷിർബിൻ മുഹ്തലർ, ഓരോ വിഭാഗത്തിനും വെള്ളം കുടിക്കാൻ ഹാജരാകേണ്ട സമയമുണ്ട് കേട്ടോ. അതാണ് കുടിനീർ ഒട്ടകത്തിന് ഓരോരുത്തർക്കും അവരുടെ ഊഴമനുസരിച്ചിട്ട് വേണം അവരെന്ത് ചെയ്യാൻ, കുടിനീരിന് എത്താൻ. അതാണ് ഷിർബ്. അത് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അപ്പൊ അതാ ഷിർബ് എന്ന് പറഞ്ഞാല് കുടിക്കാനുള്ള കുടിക്കൽ അല്ലെ. ഷരീബ കുടിച്ചു അല്ലെ. ആ ഷരീബയുടെ ഒരു വേറൊരു വകഭേദമാണ് ഷിർബ്, കുടിക്കൽ. ആ അത് ഇതിൽ നിന്നാണ് ഷർബത്ത്. നമ്മള് മറ്റേ പഞ്ചസാര ഇതൊക്കെ പിഴിഞ്ഞിട്ടുള്ള ഷർബത്താണെങ്കിലും പദത്തിന്റെ അടിസ്ഥാനം ഇതാണ്, കുടിക്കുക. അതാ ഷറാബ് പാനീയം. ഹിന്ദിയിലാവുമ്പോ അതിന് വേറെ മീനിങ് ആയി കേട്ടാ. അങ്ങനെയൊക്കെ അതിൽ നിന്നൊക്കെ വരും. ഓക്കെ. ഷിർബിൻ മുഹ്തലർ. പിന്നെ മുഹ്തലർ എന്ന് പറഞ്ഞാല് ഓരോരുത്തരും കുടിക്കാൻ വരുന്ന സമയം, ഹാളറാകേണ്ട സമയം, അതാണ് മുഹ്തലർ. ഫനാദൗ സാഹിബഹും, അപ്പോൾ അവർ വിളിച്ചു. നാദ യുനാദി, മുനാദി എന്ന് പറഞ്ഞാല് വിളിച്ചു. അവരപ്പോൾ വിളിച്ചു. സാഹിബഹും, അവരുടെ സാഹിബിനെ അവർ വിളിച്ചു. സാഹിബ്, സാഹിബ് എന്ന് പറഞ്ഞാലാ സഖാവ്, കോംറേറ്റ്, സഖാവ്, കൂട്ടുകാരൻ. അത് ഞാൻ വിശദീകരിക്കാം കേട്ടോ. ഫതആത, അപ്പോൾ അയാൾ എന്ത് ചെയ്തു, അക്കാര്യം ഏറ്റെടുത്തു. തആത എന്ന് പറഞ്ഞാൽ അയാള് അതിന് വഴങ്ങിക്കൊടുത്തു. ഫഅഖർ, അങ്ങനെ ആ ഒട്ടകത്തെ അയാള് കൊന്നു, അറുത്തു. അഖറ എന്ന് പറഞ്ഞാല് അറുത്തു. അത് സൂറത്തു ഷംസിൽ എങ്ങനെയാ പറയണ? ഫകദ്ദബൂഹു ഫഅഖറൂഹ അല്ലെ. ഫദംദമ അലൈഹിം. വേറൊരു സ്ഥലത്ത് പറയുന്നത് എങ്ങനെയാണ്? സൂറത്തു ഷംസിലെ തന്നെ മുഴുവൻ പറഞ്ഞു. കദ്ദബത് സമൂദുൻ അല്ലല്ല. അതിനുമ്പത്തായത്ത് ഫകദ്ദബൂഹു ഫഖറൂഹ, അതിനുമ്പത്തായത്ത് അവിടെ അവരുടെ ഏറ്റവും അഷ്ഖാഹ അല്ലെ. തൗവാഹ ഇദിം ബഅസ അഷ്ഖാഹ അല്ലെ. ഇദിം ബഅസ അഷ്ഖാഹ എന്ന് പറഞ്ഞാല് അവരിലെ ഏറ്റവും നിർഭാഗ്യവാനായ ഒരാള് ഇറങ്ങി പുറപ്പെട്ടു എന്നാ പറയുന്നത്. നിർഭാഗ്യവാൻ അയാളെ കുറിച്ച് പറയാൻ കാരണം എന്താ? അയാള് ചെയ്തത് ഏറ്റവും നിർഭാഗ്യകരമായ ഒരു പ്രവൃത്തിയായിരുന്നു. ശരിക്കും അവരിലെ ഏറ്റവും തെമ്മാടിയായ ഒരു മനുഷ്യനാണത് അല്ലെ. കാരണം എന്താ വെച്ചാല് ഇവര് കുറച്ചു കാലം സഹിച്ചു. ഏത്? ഈ വെള്ളം കുടിക്കാനുള്ള വീതിച്ചു കൊടുത്തല്ലോ. ഒരു ദിവസം ഞങ്ങൾക്ക്, ഒരു ദിവസം നമ്മുടെ ഒട്ടകത്തിന് എന്ന് പറഞ്ഞത് കുറെ നാൾ ഇവർ സഹിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോ ഇവർക്ക് ഇത് സഹിക്കാൻ പറ്റാണ്ടായി. കാരണം എന്താ? ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ദിവസം, ഒട്ടകത്തിന് ഒറ്റ ദിവസവും. ഒരൊട്ടകത്തിന് ഒരു ദിവസം, ബാക്കി ഈ നമ്മളുടെ എല്ലാ കാലികളും മനുഷ്യന്മാരും കുട്ടികളും ഒക്കെ കൂടി അടങ്ങുന്ന നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ദിവസം. ഇതെന്ത് നീതിയാണ്, ഇതെന്ത് ന്യായമാണെന്നൊക്കെ ചോദിച്ചിട്ട് അവരെന്ത് ചെയ്താൻ തുടങ്ങി. നമുക്കൊരു പണി ചെയ്യാം, ഈ ഒട്ടകത്തെ കൊല്ലാം. പക്ഷെ കൊല്ലാൻ അവർക്ക് ആർക്കും ധൈര്യം വന്നില്ല. ഇതിനെ കൊല്ലാനായിട്ട് ആർക്കും ധൈര്യം വന്നില്ല. അപ്പൊ സാധാരണ രീതിയിൽ ഇങ്ങനെയുള്ള ദൗത്യം കൊട്ടേഷൻ കൊടുക്കും അല്ലെ. നമുക്ക് ചെയ്യാൻ പറ്റാത്ത പണി നാട്ടിൽ എന്ത് ചെയ്യും? കൊട്ടേഷൻ കൊടുക്കും. കൊട്ടേഷൻ കൊടുത്താൽ നമ്മൾ പൈസ കൊടുത്താൽ മതി. ആ ചെയ്യേണ്ട പണി മറ്റാൾ ചെയ്തോളും. അതിൽ ഇവർ ഇത് കൊട്ടേഷൻ കൊടുത്ത ആർക്കാ? അവരുടെ കൂട്ടത്തിൽ ഏറ്റവും തെമ്മാടിയും അഹങ്കാരിയായിട്ടുള്ള ആളെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇത്ര തടിയും ഇതൊക്കെ വെച്ചിട്ട് എന്തിനാണ് ഇങ്ങനെ നടക്കണത്? ഇത് കണ്ടില്ലേ, നോക്ക്, നമ്മള് എല്ലാവരും കൂടെ ഒരു ദിവസം വെള്ളം കുടിക്കാം, ഈ ഒട്ടകം വേറൊരു ദിവസം കുടിക്കാം, നിനക്ക് ഇത്ര തടിയുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അല്ല, നീ ഇങ്ങനെ വലിയ മാന്യനായിട്ട് നടന്നാൽ മതിയോ? ആ ഒട്ടത്തിനാണ് കൊന്നോളാ എന്ന് പറഞ്ഞപ്പോ മൂപ്പരെന്ത് ചെയ്തു? സ്വാഭാവികമായിട്ടും ഇങ്ങനെ മൂപ്പിച്ചാൽ എന്ത് ചെയ്യും? അത്തരം ആളുകള് അല്ലെ എല്ലായിടത്തും ഉണ്ടാവും, എല്ലാ കവലയിലും ഉണ്ടാവും ഇങ്ങനത്തെ ഒരാള് അല്ലെ. ആളുകളൊന്നും മൂപ്പിച്ചാല് മൂപ്പരങ്ങോട്ട് കയറി ഏറ്റെടുക്കും. അവിടെ നടക്കണ എല്ലാ ചട്ടമ്പിത്തരത്തിനും ആളുണ്ടാവും. ഇതുപോലെ ഇയാൾ അതങ്ങോട്ട് ഏറ്റെടുത്തു. അതാണ് ഫതആത, അയാളത് ഏറ്റെടുത്തു. ഫഅഖർ, എന്നിട്ട് അയാൾ എന്ത് ചെയ്തു? ഈ ഒട്ടകത്തെ പോയിട്ട് കൊന്നു.
പിന്നെ കൊന്നു കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചത്? ഇവിടെ അള്ളാഹു ഇടക്കാ ഇന്റർസെപ്റ്റിംഗ് സെന്റൻസ് പറയുന്നത് ഫകൈഫ കാന അദാബി വനുദുർ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ ശിക്ഷയും എന്റെ മുന്നറിയിപ്പുകളും? നാം എന്താ ചെയ്ത്? 3 ദിവസം സമയം കൊടുത്തെന്നാ പറയുന്നത്. നിങ്ങൾ കാത്തിരുന്നോ 3 ദിവസം? ആ 3 ദിവസം അവർക്ക് ഭയങ്കരമായ പേടിയുടെ ദിവസമായിരുന്നു എന്നാ പറയുന്നത്. കാരണം എന്താ? ഒരു കൊലയാളിയെ തൂക്കാൻ വിധിച്ചിട്ട് കോടതി അവസാനത്തെ ദയാഹർജി തള്ളിയിട്ട് പറഞ്ഞു 2 ദിവസം കൊണ്ട് ഇയാളെ തൂക്കിലേറ്റണം എന്ന് പറഞ്ഞാൽ ആ കൊലശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മനുഷ്യൻ, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മനുഷ്യൻ ബാക്കി 2 ദിവസം എങ്ങനെ കഴിയുക? പേടിച്ച് പറച്ചിട്ടായിരിക്കും അല്ലെ? എന്നതുപോലെ ഇവരെ സംബന്ധിച്ച് ഇവര് ഒട്ടകത്തിനാണെങ്കിൽ കൊന്നു, ഇഞ്ചിഞ്ചായിട്ട് മരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക. അത് തന്നെ ഇവർ ഈ 3 ദിവസം കാത്തിരിക്കാൻ തുടങ്ങി. എന്നിട്ട് അള്ളാഹു എന്ത് ചെയ്തു? എങ്ങനെയപ്പോ അള്ളാഹ് ശിക്ഷിക്കാം? അതുകൊണ്ടൊരു പ്രശ്നം, അവർക്ക് പേടി അതാണ്. അപ്പൊ അള്ളാഹു പറഞ്ഞു ഇന്നാ അർസൽന അലൈഹിം, നാം അവർക്ക് മേൽ അയച്ചു സൈഹതൻ വാഹിദ, ഒരൊറ്റ ശബ്ദം. സൈഹത്ത് എന്ന് പറഞ്ഞാല് ഒരു ഘോര ശബ്ദം, ഒരു ഭയങ്കരമായ ഗർജനം. ഒരു ഗർജനം, അതാണ് സൈഹത്ത്. ഇത് അന്ത്യനാളിലും അതാണ് സംഭവിക്കുക അല്ലെ? നമ്മള് ഈ ഭൂമിയും ഈ ലോകമൊക്കെ അവസാനിക്കുമ്പോ എങ്ങനെയാ സംഭവിക്കുക? ഒരു ഭയങ്കരമായിട്ടുള്ള ഗർജനമാണ്, ഒരു കാഹളത്തിൽ ഊത്താണ് അത് സംഭവിക്കുക. അപ്പോ ഈ സമൂദ് ഗോത്രത്തെ അള്ളാഹു നശിപ്പിച്ചത് ഒരു വലിയ ഒരു ഗർജന മുഖേനാണ്. നാം അവർക്ക് മേൽ ഒരു ഗർജനം അയച്ചു. ഫക്കാനു, അപ്പോൾ അവർ ആയിത്തീർന്നു കഹശീമിൽ മുഹ്തളിർ. ഹഷീം എന്ന് പറഞ്ഞാൽ വൈക്കോല്. അതെങ്ങനത്തെ വൈക്കോല? ഈ അതായത് ഇപ്പോ ഒരു തൊഴുത്ത് ഒന്ന് പിന്നെ കാലികളെ കെട്ടുന്നതിന് മുമ്പ് തൊഴുത്തിന്റെ ആളെന്ത് ചെയ്യും? അതിലൊന്ന് പിന്നെ ഒരു ബെഡ് പോലെ വിരിക്കും അല്ലെ? കുറച്ച് വൈക്കോലൊക്കെ ഒരു ബെഡ് പോലെ വിരിക്കും. പക്ഷെ ഒരു 4 പ്രാവശ്യം അതിൽ കൊണ്ടുപോയി കെട്ടിയ കാലി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോ ഈ വൈക്കോൽ എന്താവും? ബെഡ് ആവൂല. പിന്നെ അതാകെ ചവിട്ടി മെതിച്ചിട്ട് ഒരു ചതുപ്പ് പോലെ ആയിട്ടുണ്ടാവും. അതുപോലുള്ള വൈക്കോലിനാണ് എന്ത് പറയാ? ഹഷീം എന്ന് പറയാ. കേട്ടാ? ഹഷീമിൽ മുഹ്തളിർ. മുഹ്തളിർ എന്ന് പറഞ്ഞാൽ തൊഴുത്തുകാരന്റെ. ഹളിർ എന്ന് പറഞ്ഞാൽ തൊഴുത്താണ്. ഹളിർ. മുഹ്തളിർ എന്ന് പറഞ്ഞാൽ തൊഴുത്ത് പരിപാലിക്കുന്ന ആള്. കാലിത്തൊഴുത്ത്. അപ്പോ ഈ കാലിത്തൊഴുത്തിൽ ചവിട്ടി മെതിക്കപ്പെട്ട വൈക്കോല് പോലെ ആയിത്തീർന്നു എന്ത്? ഈ മനുഷ്യന്മാര്. ഇതുപോലെ പറഞ്ഞിട്ടുള്ള വേറൊരു വിഭാഗം ഉണ്ടല്ലോ, അതാരെ കുറിച്ചാ? അല്ല, അസ്ഹാബുൽ ഫീൽ. അതെ, എങ്ങനെ പറഞ്ഞേക്കണ? അന്നഹും എന്തായിരുന്നു തരുന്നത്? കഅസ്ഫിൻ മഅകൂൽ. അതാണ് ചവച്ചരക്കപ്പെട്ട വൈക്കോല് പോലെ. ഇത് കാലുകൊണ്ട് ചവിട്ടി അരക്കപ്പെട്ട വൈക്കോൽ. മറ്റേത് ചവച്ചരക്കപ്പെട്ടതാണെങ്കിൽ ഇത് ചവിട്ടി അരക്കപ്പെട്ട വൈക്കോൽ പോലെ ഇവരെ ആയിത്തീർന്നു എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഈ ഒച്ച അങ്ങോട്ട് കേട്ടോടുകൂടി ഇവര് പരിഭ്രാന്തരായി ഓടാൻ തുടങ്ങി. ഓട്ടത്തിനിടയിൽ ഇവര് പരസ്പരം ചവിട്ടി മെതിച്ചു. അതാണ് സംഭവം. ഒറ്റ അള്ളാഹുന്റെ സൈന്യം അതാണ്. ജുന്ദും മിൻ ജുനൂദില്ല അല്ലെ? അള്ളാഹുവിന്റെ സൈന്യം അങ്ങനെയാണ്. അപ്പോ അവര് ഇങ്ങനെ ആയിത്തീർന്നു. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. നാം ഈ ഖുർആനിനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി വളരെ എളുപ്പമുള്ളതാക്കിയിരിക്കുന്നു. ഉത്ബോധനത്തിന് വേണ്ടി വളരെ എളുപ്പമുള്ളതാക്കിയിരിക്കുന്നു. ഫഹൽ മിൻ മുദ്ദക്കിർ. ആരെങ്കിലും ഉത്ബോധനം സ്വീകരിക്കുന്നവരായിട്ടുണ്ടോ? വളരെ ലളിതമായ ഉത്ബോധന മാർഗങ്ങളാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഇപ്പൊ ഇതിനു മുമ്പ് ആദ് സമൂഹത്തിന്റെ കഥ പറഞ്ഞു. ഇപ്പോ സമൂദ് ഗോത്രത്തിന്റെ കഥ പറയുന്നു. ഇനി ഇതിനുശേഷം നൂഹ് നബി അലൈഹിസ്സലാമയുടെ സമുദായത്തിന്റെ കഥ പറയുന്നുണ്ട്. ഇത്രയൊക്കെ കഥ പറഞ്ഞിട്ടും ഇത്രയൊക്കെ സംഭവങ്ങൾ ചരിത്രം വായിച്ചിട്ടും നമുക്ക് മുമ്പിൽ കടന്നുപോയിട്ടും നിങ്ങൾ ഈ ഖുർആനിൽ നിന്ന് ഉത്ബോധനം ഉൾക്കൊള്ളുന്നില്ല എന്നതാണ് ആ 2 ആയത്തുകൾ ഇങ്ങനെ ആവർത്തിച്ച് വരുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഓക്കെ, ഇതൊന്നുകൂടി നോക്കിക്കോളൂ കേട്ടോ. വനബ്ബിഉഹും, അവരോട് താങ്കൾ അറിയിക്കുക, അന്നൽ മാ, തീർച്ചയായും വെള്ളം, ഖിസ്മത്തുൻ ബൈനഹും, എന്താർത്ഥം? അവർക്കിടയിൽ വീതിക്കപ്പെട്ടിരിക്കുന്നു, വിഹിതം വെക്കപ്പെട്ടിരിക്കുന്നു. അതായത് ഒരു ദിവസം നിങ്ങൾക്ക്, ഒരു ദിവസം ഒട്ടകത്തിന്. കുല്ലു ഷിർബിൻ മുഹ്തളിർ, ഓരോരുത്തരും അവരുടെ ഊഴമനുസരിച്ച്
കുടിക്കാൻ എത്തണം. അതാണ് കുല്ലു ഷിർബിൻ. ഓരോ കുടിക്കാനും എത്തേണ്ടതാണ് ഓരോ വിഭാഗവും മുഹ്തദർ, അല്ലെ? ഊഴമനുസരിച്ച് കുടിക്കാൻ എത്തണം. ശരിക്കും അതൊരു ഒരു പ്രയോഗമാണ്, കുല്ലു ഷിർബിൻ മുഹ്തദർ. അവിടെ ഏത് എല്ലാ വിഭാഗം എന്ന് പറയുന്നില്ല, ഒട്ടകം കുടിക്കേണ്ട ദിവസം പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. പക്ഷെ ആ പദത്തിൽ അതൊക്കെ ഉണ്ട്. കുല്ലു ഷിർബിൻ, ഓരോ കുടിക്കാൻ എത്തുന്ന സമയവും മുഹ്തദർ, ഹാജരാക്കപ്പെടേണ്ടതാകുന്നു, അല്ലെങ്കിൽ അവർ ഹാജരാകേണ്ടതാകുന്നു എന്ന് പറഞ്ഞാൽ ഊഴമനുസരിച്ച് ഓരോ വിഭാഗം കുടിക്കാൻ, ആ വെള്ളം കുടിക്കാനുള്ള സന്ദർഭം ഉപയോഗപ്പെടുത്തേണ്ടതാകുന്നു എന്നർത്ഥം. ഫനാദൗ സാഹിബഹും, അങ്ങനെ അവർ ക്ഷമ കെട്ടിട്ട് അവരെന്ത് ചെയ്തു? നാദൗ, അവർ വിളിച്ചു. സാഹിബഹും, അവരുടെ സഖാവിനെ എന്ന് പറഞ്ഞാൽ അവരുടെ ആളെ. സാഹിബ് അങ്ങനെയാണ്, ഈ ഓരോരുത്തരുടെ പേരിൽ ചേർത്തിട്ട് സാഹിബ് പറയൂലേ, അത് ഈ പദത്തിന് വന്നാണ്, അവരുടെ കൂട്ടുകാരൻ എന്നുള്ള അർത്ഥത്തില്. ഫനാദൗ സാഹിബഹും, അവരുടെ കൂട്ടത്തിൽ ഏറ്റവും തെമ്മാടിയായ ഒരാള്, കാരണം തെമ്മാടികളാണല്ലോ മൊത്തം ജനത. അപ്പൊ പിന്നെ അവർക്ക് സാഹിബായിട്ട് ആരുണ്ടാവുക? തെമ്മാടിയായിട്ടുള്ള, നിർഭാഗ്യവാനായിട്ടുള്ള മനുഷ്യൻ തന്നെ ഉണ്ടാവുക. അങ്ങനെയുള്ള ആളെ വിളിച്ചു. ഫതആത, അയാൾ എന്ത് ചെയ്തു? അക്കാര്യം ഏറ്റെടുത്തു. ഫഅഖർ, എന്നിട്ട് അയാൾ എന്ത് ചെയ്തു? ഒട്ടകത്തെ കൊന്നു. അഖറ, അറുത്തു കൊന്നു. ഫകൈഫ കാന അദാബി വനുദുർ, എന്റെ ശിക്ഷയും എന്റെ മുന്നറിയിപ്പുകളും എങ്ങനെയുണ്ട്? ഇന്നാ അർസൽനാ അലൈഹിം സൈഹതൻ വാഹിദ, നാം അപ്പോൾ എന്ത് ചെയ്തു? നാം അവരിലേക്ക് അയച്ചു സൈഹതൻ വാഹിദ, ഒരു ഘോര ശബ്ദം, ഒരു ഒറ്റ ഗർജനം അയച്ചു. ഫകാനു കഹശീമിൽ മുഹ്തളിർ, അപ്പോൾ അവർ ഹശീമിൽ മുഹ്തളിർ, വൈക്കോൽ പോലത്തെ, അല്ലെങ്കിൽ ചവിട്ടി മെതിക്കപ്പെട്ട വൈക്കോൽ പോലെ അവരായിത്തീർന്നു. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ, ഈ ഖുർആനിനെ നാം ലളിതമാക്കി തന്നിരിക്കുന്നു, ഉത്ബോധനത്തിനുള്ള ലളിതമായ മാർഗമാക്കി തന്നിരിക്കുന്നു. അതുകൊണ്ട് ഉത്ബോധനം സ്വീകരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഈ സൂറത്തിൽ നമ്മൾ നോക്കൂ, ആദ്യം മുതലേ എല്ലാ ആയത്തും അവസാനിക്കുന്നത് എങ്ങനെയാ? അല്ലെ, നുദർ, സുഉർ, അശ്ർ, അശ്ർ, മുസ്തബിർ, മുഹ്തളിർ, അഖർ, നുദുർ. അപ്പൊ എന്നാൽ അതൊരു കവിതയാണോ? കവിത ആവുമ്പോ അതിനൊരു താളം, അല്ല അതിനൊരു വൃത്തം ഒക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, ഇതൊരു വളരെ യുണീക്കായിട്ടുള്ള ഒരു റിതം ആണ് ഇതിനുള്ളത്. ചിലപ്പോൾ ലോങ് സെന്റൻസ് വന്നിട്ടുണ്ട്, പക്ഷെ അവസാനിക്കുമ്പോൾ ആ താളത്തിലേക്ക് അത് മടങ്ങിയെത്തുന്നുണ്ട്. അപ്പം ശരിക്കൊരു മ്യൂസിക് ആണോ? അല്ല, എന്നാൽ മ്യൂസിക് ആണ്. കവിതയാണോ? അല്ല, എന്നാൽ കവിതയുടെ അടയാളങ്ങൾ ഇതിലുണ്ട്. വളരെ വലിയ സാഹിത്യ കൃതിയാണോ? എന്നാൽ അതല്ല, പക്ഷെ അതിൽ സാഹിത്യത്തിന്റെ എല്ലാ ലക്ഷണങ്ങളുണ്ട്. ഇതൊരു ചരിത്ര ഗ്രന്ഥമാണോ? അല്ല, പക്ഷെ ചരിത്രം ഇതിലുണ്ട്. ഇതൊരു കഥാപുസ്തകമാണോ? അല്ല, എന്നാൽ ഇതിൽ കഥയുണ്ട്. പക്ഷെ ഇതിൽ ഏറ്റവും പ്രധാനം ഇത് ജീവിതത്തിന് വേണ്ട ഗ്രന്ഥമാണെന്നുള്ളതാണ്. കഥ പറയുന്നുണ്ട്, കഥയിലൂടെ ജീവിതം പഠിപ്പിക്കുന്നു. കവിതയുണ്ട്, കവിതയിലൂടെ മുന്നറിയിപ്പ് നൽകുന്നു. പ്രപഞ്ച സത്യങ്ങൾ സയന്റിഫിക് ആയിട്ട് വിളിച്ചു പറയുന്നു. ആ ശാസ്ത്രീയ ഗ്രന്ഥം അല്ലാതിരിക്കെ തന്നെ ആ ശാസ്ത്രീയമായ അടയാളങ്ങളിലൂടെ ജീവിതം പഠിപ്പിക്കുന്നു. അപ്പം മനുഷ്യനാണ് പ്രമേയം. ഖുർആനിന്റെ പ്രമേയം മനുഷ്യനാണ്. മനുഷ്യന്റെ ജീവിത സന്ദേശങ്ങളാണ് ഈ ഖുർആനിലുള്ളത് കേട്ടോ. അപ്പൊ അതാണ് ഈ ആയത്തുകൾ. ഇപ്പൊ ഇത്തരം ആയത്തുകളൊക്കെ വലഖദ് യസ്സർനൽ ഖുർആൻ, ഇതിങ്ങനെ ആവർത്തിച്ചു വന്നിട്ട് ആരും അന്നത്തെ അറബികൾ, അന്നത്തെ ഖുർആനിനെ എതിർക്കുന്ന ആളുകൾ പോലും ചോദിച്ചില്ല, ഇതെന്താ നിന്റെ റബ്ബിന് വേറെ വാക്കൊന്നും കിട്ടിയില്ലേ, ഇങ്ങനെ ഇടക്കിടക്ക് ആവർത്തിക്കണം എന്തിനാ? ഇപ്പൊ സൂറത്തു റഹ്മാൻ, ഇനി നമ്മള് ഈ സൂറത്തിന് ശേഷം പഠിക്കാൻ പോകുന്ന സൂറത്തു റഹ്മാനില് 31 പ്രാവശ്യം അത് ആവർത്തിച്ചു വന്നിട്ടുണ്ട്. പക്ഷെ ഒരു ഖുറൈശി പോലും, അല്ലെങ്കിൽ അന്നത്തെ ഒരു അവിശ്വാസി പോലും ചോദിച്ചില്ല, ഇതെന്തൊരു ഖുർആനാണിത്, ഇടക്കിടക്ക് ഇങ്ങനെ പുട്ടിന് തേങ്ങ ഇടുന്ന പോലെ ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബൻ എന്ന് പറഞ്ഞ് ആരും ചോദിച്ചില്ല. എന്തുകൊണ്ടാ? അത് ആവർത്തിച്ച് പറയേണ്ട ഓരോ വാചകത്തിന്റെയും ഗൗരവത്തിനനുസരിച്ചാണ് വന്നിട്ടുള്ളത്. ഇവിടെ നോക്കൂ, ഓരോ ജനങ്ങളും അവരുടെ റസൂലിനെ നിഷേധിച്ചതിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് എന്ത് പറയുന്നത്? ഫകൈഫ കാന അദാബി വനുദർ വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. അപ്പൊ ഖുർആനിനെ നമ്മൾ ആ ഒരു അങ്ങനത്തെ ഒരു അപ്രോച്ചോട് കൂടിയും
നമ്മൾ അപ്രോച്ച് ചെയ്യണം. അതായത് അങ്ങനത്തെ ഒരു വീക്ഷണത്തോടു കൂടി നമ്മൾ അപ്രോച്ച് ചെയ്യണം. പഠിക്കുക, വെറും അർത്ഥം പഠിക്കുക, ഹിഫ്ള് മനപ്പാടാക്കുക എന്നതും അത് ഭാഗമാണ്, അത് വളരെ പ്രധാനമാണ്. പാരായണം ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്, ഹിഫ്ള് പ്രധാനമാണ്. പക്ഷെ ഖുർആൻ എന്തിനാണ് ഉള്ളത്? ഇതിലെ ആശയങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാണ് പ്രാധാന്യം. അതാണ് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത് കേട്ടോ. ആ അർത്ഥത്തിലാണ് നമ്മൾ ഖുർആനെ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ആരും ഇത് ഹിഫ്ളാക്കിയിട്ടില്ലെങ്കിലും, നിങ്ങൾ ആരും ഇതിലൂടെ അറബി ഭാഷ പഠിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഇതിന്റെ ആശയം മനസ്സിലാക്കാൻ സാധിച്ചു, എന്നിട്ടത് ജീവിതത്തിൽ പകർത്താൻ സാധിച്ചുവെങ്കിൽ അതാണ് മറ്റതിനേക്കാളൊക്കെ ഏറ്റവും വലുത്. പക്ഷെ മറ്റത് പ്രാധാന്യമില്ല എന്നല്ല. നിങ്ങൾ ഖുർആൻ ഒരക്ഷരം പാരായണം ചെയ്താൽ 10 പ്രതിഫലം കിട്ടും, അല്ലെ? എത്രയോ നിങ്ങൾക്ക് ഹിഫ്ള് അറിയോ അത്രയും നാളെ പരലോകത്ത് സ്വർഗത്തില്, അല്ലെ? റത്തിൽ വർത്തഖി നിങ്ങൾ ഓതിയിട്ട് കയറിപ്പോയിക്കൊള്ളാൻ പറയും. ഒക്കെ ശരിയാണ്. പക്ഷെ ഖുർആൻ എന്തിനാണ് അല്ലാഹ് അവതരിപ്പിച്ചത്? അതാണ് ഇവിടെ പറയുന്നത്, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ. ദിക്ർ വേണം, നിങ്ങളുടെ മനസ്സിലേക്ക് ഇത് കയറണം, ഉത്ബോധനം ഉൾക്കൊള്ളണം. ഫഹൽമിൻ മുദ്ദക്കിർ എന്നാണ് ചോദിക്കുന്നത്. ഹൽമിൻ ഹാഫിദ് എന്നോ ഹൽമിൻ ഖാരി എന്നോ എന്നല്ല ചോദിക്കുന്നത്. ഫഹൽമിൻ മുദ്ദക്കിർ, അല്ലെ? എന്താ ചോദിക്കണ? ഉത്ബോധനം എളുപ്പമാവുള്ളൂ. കറക്റ്റ്, അതാണ്. അപ്പൊ ആ അർത്ഥത്തിൽ നമ്മൾ ഖുർആനെ സമീപിക്കാം. ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി അടുത്ത ആഴ്ച പഠിക്കാം. ഇനി വരുന്ന സൂറത്തുകളൊക്കെ ഇത്തരത്തിൽ വളരെ വളരെ സാഹിതീയ ഭംഗിയുള്ളതും അതോടൊപ്പം ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന സൂറത്തുകളാണ്. ഈ സൂറത്ത് തന്നെയും അതിന്റെ ഒരു ഭാഗമാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളെയും, നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദുരിതങ്ങളെയും അള്ളാഹു എത്രയും പെട്ടെന്ന് ദൂരീകരിച്ചു തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന എല്ലാവരുടെ രോഗങ്ങളും അള്ളാഹു ഷിഫയാക്കി തരുമാറാകട്ടെ. കടം കൊണ്ട് വലയുന്നവരുടെ കടങ്ങൾ അള്ളാഹു വീട്ടി തരുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, അവരിൽ നിന്ന് മരിച്ചുപോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരുടെ ബർസഖിയായ ജീവിതം സ്വർഗീയമാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുടെ തൃപ്തി കരസ്ഥമാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും സന്താനങ്ങളെയും ഇണകളെയും കൂട്ടുകുടുംബാദികളെയും ബന്ധുമിത്രാദികളെയും എല്ലാം അള്ളാഹു അവന്റെ ദീനിന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. اللهم اجعل جمعنا هذا جمعا مرحوما واجعل تفرقنا من بعده تفرقا معصوما. اللهم لا تجعل فينا ولا معنا شقيا ولا محروما. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله.